ചരിത്രവിധിയാണ് ഉണ്ടായത്. ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധി വന്നതിനൊപ്പം നെയ്യാറ്റിൻകര ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ നടത്തിയ പരാമർശങ്ങളും ചർച്ചയാകുന്നു. 11 ദിവസമാണ് ആന്തരികാവയവങ്ങളെല്ലാം തകർന്ന് ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ ദുരിതം അനുഭവിച്ചത്. നീറുന്ന വേദന തിന്നുമ്പോഴും സ്നേഹിച്ചയാളെ ജീവശ്വാസം പോകും വരെ തള്ളിപ്പറയാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. അവിടെയാണ് ഒരു ന്യായാധിപൻ പ്രോസിക്യൂഷൻ വാദങ്ങളെയും തെളിവുകളെയും എല്ലാം അക്കമിട്ട് നിരത്തി ചരിത്രത്തിന്റെ ഭാഗമായത്. പ്രായം, വിദ്യാഭ്യാസം ഇതെല്ലാം ഉന്നയിച്ച് പരമാവധി ശിക്ഷ കുറയ്ക്കാനുള്ള പ്രതിയുടെ നീക്കങ്ങൾ എല്ലാം പൊളിച്ചായിരുന്നു വിധി പ്രസ്താവം ഉണ്ടായത്. കൂടാതെ കൊല്ലപ്പെട്ട ഷാരോൺ രാജിന്റെ കുടുംബത്തെ കോടതി മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വൈകാരികമായ അന്തരീക്ഷത്തിലായിരുന്നു തൂക്കുകയറെന്ന വിധി പ്രസ്താവിച്ചത്. പരമാവധി ഇരട്ട ജീവപര്യന്തം വരെയാണ് പല നിയമവിദഗ്ധരും പ്രവചിച്ചത്. വധശിക്ഷ നൽകുക മാത്രമല്ല, എന്തുകൊണ്ട് ശിക്ഷ എന്ന് വിശദമാക്കിയാണ് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. 8 മാസത്തിനിടെ 4-മത്തെ പ്രതിക്കാണ് സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ വധശിക്ഷ എന്ന പരമാവധി ശിക്ഷ വിധിക്കുന്നത്. ഇതിൽ 2 പേർ സ്ത്രീയാണെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ മേയിൽ വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലും വധശിക്ഷയായിരുന്നു കോടതി ശിക്ഷയായി വിധിച്ചത്. വയോധികയെ കൊന്ന് ചാക്കിൽ കെട്ടി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച ശേഷം സ്വർണവുമായി മുങ്ങിയ കേസിലെ പ്രതികൾക്കാണ് വധശിക്ഷ. മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ റഫീഖ ബീവി, കൂട്ടുപ്രതികളായ അൽ അമീൻ, 3-ാം പ്രതി റഫീഖ ബീവിയുടെ മകൻ ഷെഫീഖ് എന്നിവർക്കും വധശിക്ഷ ലഭിച്ചു. ഒരു കേസിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വധശിക്ഷ വിധിച്ച കേരളത്തിലെ ഏക കേസായിരുന്നു ഇത്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിൽ തൂക്കുകയർ കാത്തു കിടക്കുന്ന 2 സ്ത്രീകൾക്കും വധശിക്ഷ എഴുതിയത് ഒരേ ജഡ്ജിയായി. നീതി നിർവഹണത്തിൽ കടുപ്പക്കാരനാണെങ്കിലും സാഹിത്യമേഖലയിലും പ്രശസ്തനാണ് എം ബഷീർ. സാഹിത്യകാരനായ ന്യായാധിപൻ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. തെമിസ് എന്ന കുറ്റാന്വേഷണ നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഉറുപ്പ, പച്ചമനുഷ്യൻ, റൈറ്റ് വിഡോസ് എന്ന നോവലുകളും ഒരു പോരാളി ജനിക്കുന്നു എന്ന കഥാസമാഹാരവും ജംറ എന്ന സഞ്ചാര സാഹിത്യകൃതിയും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കൊല്ലം ജില്ലാ ജഡ്ജിയായിരിക്കുമ്പോൾ കോവിഡ് കാലത്താണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ എം ബഷീർ 2002-ലാണ് ന്യായാധിപനായത്. കേരള നിയമസഭാ സെക്രട്ടറി ആയിരിക്കെയാണ് നെയ്യാറ്റിൻകര ജില്ലാ സെഷൻസ് ജഡ്ജായി നിയമിതനായത്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, കൊല്ലം കോടതികളിൽ ജോലി ചെയ്തു. ജില്ലാ ജഡ്ജിയായി തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു.